മുമ്പൊക്കെ ബോസ് എന്നുള്ളൊരു പദം ഉണ്ടല്ലോ, അത് ഒരു റെസ്പെക്റ്റോടെ ഉപയോഗിച്ചിരുന്നതാണ്. കുറച്ചൊരു മുതിർന്ന ആളെയൊക്കെ ആളുകൾ ബോസ് എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബോസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു റെസ്പെക്ട്ഫുൾ പൊസിഷനോട് കൂടി പറഞ്ഞിരുന്ന ഒരു വാക്കാണ്. അത്ര ഭീതിജനകമായൊരു ബൂട്ടിൻ്റെ ശബ്ദം പോലെ, ഒരു പട്ടാളക്കാരൻ വരുമ്പോൾ ഉണ്ടാകുന്ന ബൂട്ടിൻ്റെ ശബ്ദം പോലുള്ള ഒരു അകമ്പടിയായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ അടുത്തേക്ക് പറഞ്ഞു. ദിലീപിന്റെ ഒരു ഫിലിം ഉണ്ടല്ലോ, മൈ ബോസിൽ വരുന്ന ഒരു രംഗമുണ്ടല്ലോ, ആ രംഗത്തിന്റെ ഒരു ക്രിയേഷൻ ആണ് ഇപ്പൊ പല കമ്പനീസിലും നടക്കുന്നത്. അങ്ങനെയാണ്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു മീറ്റിംഗിൽ ബോസിന് ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എനിക്കറിയില്ല എന്ന് പറയാൻ സാധിക്കും? ഐ എം ഹെൽപ്ലെസ്, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ആ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനി ഒരു റൂൾ നടപ്പിലാക്കി അവർ ഒരുപക്ഷെ സക്സസ് ആയിട്ടുണ്ടാകും. ഇതിനടുത്ത് ഇവിടെ കോപ്പി ചെയ്യും. ഈ കോപ്പി ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുന്ന എംപ്ലോയീസിന് ഇത് സൂട്ടബിൾ ആണോ, ഞാൻ ചെയ്യുന്ന എൻ്റെ ബിസിനസ്സിന് ഇത് സൂട്ടബിൾ ആണോ എന്നുള്ള ചോയ്സ് ഒന്നും ഇല്ലാതെ ഇതിനെ കൊണ്ടുവന്നിട്ട് അടിച്ചേൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിയാലിറ്റിയെ അവരുടെ മുന്നിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അവിടുന്ന് ക്രിയേറ്റീവായ സൊല്യൂഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ഒരാളുടെ ബ്രെയിന് മാത്രമല്ലല്ലോ അപ്പോൾ വർക്ക് ചെയ്യുക. എന്തിനാണ് നിങ്ങളുടെ ബ്രെയിന് തന്നെ എല്ലാറ്റിനും, ഓൺട്രപ്രണറുടെ ബ്രെയിന് തന്നെ എല്ലാ കാര്യങ്ങൾക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വെൻ യു ഹാവ് ഇനഫ് ബ്രെയിൻ ഇൻ യുവർ ഓഫീസ്. ഹായ് ഈ പുതിയ തലമുറയെ മാനേജ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ വർക്ക് സ്പേസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ ബോസിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടാവും. അവിടെ ഒരാൾ ടോപ്പ് ലെവലിലുണ്ടാകും, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ടോപ്പ് ലെവലിൽ വേറെ ടീമൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ടീം അംഗങ്ങൾ ആരും കൺസിഡർ ചെയ്യാതെ പോകുന്ന ഒരു മനുഷ്യത്വ, ഒരു ഹ്യൂമാനിറ്റിയെ നമുക്ക് വർക്ക് സ്പേസിൽ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ബോസിങ്, ലീഡർ, അങ്ങനെയുള്ള കുറേ ടെർമിനോളജികളൊക്കെ ഉണ്ടല്ലോ. ഇത് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുക? ഈ മുമ്പൊക്കെ ബോസ് എന്നുള്ളൊരു പദം ഉണ്ടല്ലോ, അത് ഒരു റെസ്പെക്റ്റോടെ ഉപയോഗിച്ചിരുന്നതാണ്. കുറച്ചൊരു മുതിർന്ന ആളെയൊക്കെ ആളുകൾ ബോസ് എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ബോസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു റെസ്പെക്ട്ഫുൾ പൊസിഷനോട് കൂടി പറഞ്ഞിരുന്ന ഒരു വാക്കാണ്. പക്ഷെ നിങ്ങൾ നോക്കൂ, ബോസ് എന്നുള്ള വാക്ക് ഒരു അശ്ലീല പദമായിക്കൊണ്ടിരിക്കുകയാണ്. ആൾ കുറച്ച് ബോസിയാണ്. കുറച്ചൊരു അരഗൻ്റായ ബിഹേവിയറുള്ള ആൾക്കാരെ വിളിക്കുന്ന പേര് കുറച്ച് ബോസി പെരുമാറ്റമാണ്. ഇഷ്ടമല്ല എന്നാണ് ആൾക്കാർ പറയുക. അപ്പോൾ ബോസും ലീഡറും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട്. പ്രധാനപ്പെട്ടൊരു വ്യത്യാസം, ബോസ് തൻ്റെ എംപ്ലോയീസിനെ പേടിപ്പിച്ച് നിർത്തും, എന്നാൽ ലീഡർ ആളുകളെ കോൺഫിഡൻസ് ഉള്ളവരാക്കും. അതുപോലെ ബോസ് കമാൻഡ് ചെയ്യുമ്പോൾ ലീഡർ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. ബോസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ലീഡർ ആളുകളെ ലിസൺ ചെയ്യും. ബോസ് ജഡ്ജ് ചെയ്യുമ്പോൾ ലീഡർ ആളുകളെ മെൻറ്റർ ചെയ്യും. അത്ര വലിയ വ്യത്യാസമുണ്ട്. ഞാൻ മുമ്പ് എപ്പോഴോ ഒരു സ്പീക്കർ, ഒരു മോട്ടിവേഷണൽ സ്പീക്കർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ഇതൊന്നും നിങ്ങൾ പുറത്ത് കാണിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലേക്ക് വരുമ്പോൾ അത്യധികം കോൺഫിഡൻസോടുകൂടി നിങ്ങൾ വരുന്നുണ്ട് എന്നുള്ള അത് അവിടെ മുഴങ്ങുന്ന രൂപത്തിൽ കോൺഫിഡൻസോട് കൂടിയിട്ട് പവർഫുള്ളായിട്ടും നിങ്ങൾ ഓഫീസിലേക്ക് കയറി വരണം. എല്ലാവരും നിങ്ങളുടെ പ്രസൻസിനെ ഇങ്ങനെ കണ്ട് അന്തം വിട്ട് നിൽക്കണം. ഇതാണ് ഒരു ഓൺട്രപ്രണറെ അയാളുടെ എംപ്ലോയീസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന രീതി. അത്ര ഭീതിജനകമായൊരു ബൂട്ടിൻ്റെ ശബ്ദം പോലെ, ഒരു പട്ടാളക്കാരൻ വരുമ്പോൾ ഉണ്ടാകുന്ന ബൂട്ടിൻ്റെ ശബ്ദം പോലുള്ള ഒരു അകമ്പടിയായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ എംപ്ലോയീസിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ. ദിലീപിന്റെ ഒരു ഫിലിം ഉണ്ടല്ലോ, മൈ ബോസിൽ വരുന്ന ഒരു രംഗമുണ്ടല്ലോ, ആ രംഗത്തിന്റെ ഒരു ക്രിയേഷൻ ആണ് ഇപ്പൊ പല കമ്പനീസിലും നടക്കുന്നത്. അങ്ങനെയാണ്. ആ സിനിമകൾ നോക്കൂ, അതിൽ വളരെ ടോക്സിക് ആയ ഒരു ബോസിനെയാണ് കാണിക്കുന്നത്. അയാളുടെ സ്റ്റാഫിനുണ്ടാവുന്ന ഫ്രസ്ട്രേഷനൊക്കെ അയാൾ ബാത്റൂമിൽ പോയിട്ട് ബക്കറ്റ് തല്ലി പൊട്ടിച്ചിട്ട് തീർക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഇത് മോശമാണെന്ന് മനസ്സിലായ നമ്മൾ ഇപ്പോഴും കരുതുന്നത് അതേപോലെ തന്നെയാണ് ഒരു ബോസ് ആകേണ്ടത് എന്നുള്ളതാ. ആ തിരിച്ചറിവ് എപ്പോഴും നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മൾ മനുഷ്യരെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബോസിൽ നിന്ന് ലീഡറിലേക്ക് വരും. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ബോസ് ആളുകളെ പേടിപ്പിക്കും, ബോസ് ആളുകളുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കും, ലീഡർ തൻ്റെ എംപ്ലോയീസിനെ കോൺഫിഡൻ്റ് ആക്കും, അവരെ എംപവർ ചെയ്യും. നിങ്ങൾ ഒരാളെ പേടിപ്പിച്ച് നിർത്തുന്ന സമയത്ത് ആത്മവിശ്വാസമില്ലാത്ത ഒരു പറ്റം മനുഷ്യരെയാണ് നിങ്ങൾ സൃഷ്ടിക്കുന്നത്. ആത്മവിശ്വാസമില്ലാത്ത ആളുകളെ കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ സക്സസ്ഫുൾ ആക്കണമെന്ന് ആലോചിക്കുന്നത് തന്നെ എന്ത് വിഡ്ഢിത്താണ്. നിങ്ങൾ അവരെ കോൺഫിഡൻ്റ് ആക്കുമ്പോൾ, അവരെ എംപവർ ചെയ്യുമ്പോൾ, അവരുടെ ലിമിറ്റേഷൻസിനെ നിങ്ങൾ സ്ട്രെങ്ത് ആക്കി മാറ്റാൻ അവരുടെ കൂടെ നിൽക്കുമ്പോൾ, അവരെ ചേർത്ത് പിടിക്കുമ്പോൾ, അവർ ഒരു കോൺഫിഡൻ്റ് ആയ സമൂഹമായിട്ട് മാറുന്നു. അത് നിങ്ങളുടെ ബിസിനസ്സിന് വലിയ ഒരു ടേൺ ഓവർ ആയിട്ട് വരില്ലേ?
ഇതുപോലെ മറ്റൊരു വ്യത്യാസമാണ്, ബോസ് പലപ്പോഴും കമാൻഡ് ചെയ്യും, വളരെ നിഷ്കർഷമായിട്ട് എന്ത് കാര്യങ്ങൾ നടന്നിരിക്കണമെന്ന് ഓർഡർ ചെയ്യും. പക്ഷെ ലീഡർ ചെയ്യുക ആളുകളെ പ്രചോദിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓഫീസിൽ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന് ഒരു പരിഹാരം എന്ന നിലയ്ക്ക് നമ്മളൊരു പോളിസി നടപ്പിലാക്കുമ്പോൾ നാളെ തൊട്ട് ഇങ്ങനെ ആയിരിക്കണം എന്നങ്ങ് കൽപ്പിക്കുകയാണ് ചെയ്യുക. ഒരു ഉദാഹരണം പറയാം. ഒരു ഓഫീസിൽ പങ്ക്ച്വാലിറ്റി ഒരു പ്രശ്നമായിട്ട് കാണുകയാണ്. ബോസ് എങ്ങനെ കൈകാര്യം ചെയ്യും? നാളെ 10 മണി എന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ എല്ലാവരും അവിടെ ഹാജരായിരിക്കണം. അങ്ങനെ ഹാജരാകാത്തവർക്ക് പണിഷ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ്. കൃത്യമായി ഹാജരായവർക്ക്, സമയത്തിന് എത്തിയവർക്ക് റിവാർഡ് ഉണ്ടായിരിക്കും. ഈ പഴയ റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് സിസ്റ്റമാണ് നമ്മളിപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതേസമയം എന്തിന് ഞങ്ങൾ കൃത്യസമയം പാലിക്കണം എന്നതിനെ പറ്റിയൊരു ബോധ്യം എംപ്ലോയീസിന് ഉണ്ടാവുകയാണെങ്കിലോ അവർ തന്നെ സ്വയം ഏറ്റെടുക്കൂലേ. അപ്പോൾ പർപ്പസ് പലപ്പോഴും അറിയാതെ പോകും നമ്മൾ കമാൻഡ് ചെയ്യുമ്പോൾ. ഒരു ലീഡർ ആണെന്നുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് വിളിക്കുകയും അവിടെ നിലനിൽക്കുന്ന ഒരു പ്രോബ്ലം എന്താണ്, രാവിലെ എല്ലാവരും കൃത്യസമയത്ത് എത്താത്തത് കൊണ്ടുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണ് ഡെയിലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് എംപ്ലോയീസിനോട് ചർച്ച ചെയ്യും. അപ്പോൾ എന്താ സൊല്യൂഷൻ എന്നുള്ള അവരോട് ചോദിക്കും. അവരുടെ ഇടയിൽ നിന്ന് തന്നെ സൊല്യൂഷൻസ് വന്നുകൊണ്ടിരിക്കും. അത് അവരെല്ലാവരും കൂടെ എടുത്തൊരു തീരുമാനമാകുമ്പോൾ പിറ്റേ ദിവസം തൊട്ട് സ്വന്തം എടുത്തൊരു തീരുമാനം നടപ്പിലാക്കുന്നതിനെ പറ്റിയുള്ള ഒരു ഉത്തരവാദിത്ത ബോധം സ്റ്റാഫിന് ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതാണ് ഒരു ലീഡർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ പല കമ്പനീസും പല ഷോപ്പുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ റൂൾസ് ഒന്നും ആയിരിക്കില്ല നടപ്പിലാക്കുക. ആ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനി ഒരു റൂൾ നടപ്പിലാക്കി അവർ ഒരുപക്ഷെ സക്സസ് ആയിട്ടുണ്ടാകും. ഇതിനെടുത്ത് ഇവിടെ കോപ്പി ചെയ്യും. ഈ കോപ്പി ചെയ്യുമ്പോൾ ഇവിടെ നിൽക്കുന്ന എംപ്ലോയീസിന് ഇത് സൂട്ടബിൾ ആണോ, ഞാൻ ചെയ്യുന്ന ഈ എൻ്റെ ബിസിനസ്സിന് ഇത് സൂട്ടബിൾ ആണോ എന്നുള്ള ചോയ്സ് ഒന്നും ഇല്ലാതെ ഇതിനെ കൊണ്ടുവന്നിട്ട് ഒരു അടിച്ചേൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഈ എംപ്ലോയീസുമായിട്ട് ഈ ലീഡറിന് നന്നായിട്ട്, അല്ലെങ്കിൽ ബോസിന് നന്നായിട്ട് ഇതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഒരു പക്ഷേ കുറച്ചും കൂടെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒന്ന് കറക്റ്റ് ചെയ്യാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും. നമ്മൾ പുറത്തുനിന്നൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്ന സമയത്ത് അത് വളരെ ഫോറീനായ ഒരു സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ ഇവിടെ വർക്കാവുമോ എന്നുള്ളത് പോലും അറിയില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ സ്റ്റാഫ് എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിവുള്ള, പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിവുള്ള, ക്രിട്ടിക്കലി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കൂട്ടമാണെന്നേ. നമുക്കിവിടെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പുറത്തുനിന്നൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നതിന് പകരം യു കോൾ ദ മീറ്റിംഗ്, എന്നിട്ട് ഡിസ്കസ് ചെയ്യൂ മീറ്റിങ്ങിൽ നമ്മൾ അനുഭവിക്കുന്ന ചലഞ്ച് എന്താണെന്നുള്ളത്. കാരണം ഈ ഓർഗനൈസേഷൻ അനുഭവിക്കുന്ന ചലഞ്ച് എന്താണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ടാവൽ വളരെ അത്യാവശ്യമാണ്. ആർക്കോ ഒരാൾക്ക് ബോധ്യമുണ്ട്, ബാക്കി ആരും ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ള അറിയുന്നേ ഇല്ല. പിന്നെ ഈ ബോധ്യമില്ലാത്ത ആളുകളെ കൊണ്ട് എങ്ങനെയാണ് നമ്മളൊരു മാറ്റം ഉണ്ടാക്കുക? നിങ്ങൾ എന്താണോ ആക്സെപ്റ്റ് ചെയ്തത് അത് മാത്രമേ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്റ്റാഫ് ആക്സെപ്റ്റ് ചെയ്യണം അനുഭവിക്കുന്ന പ്രയാസം എന്താണെന്നുള്ളത്. അത് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റിയാലിറ്റിയെ അവരുടെ മുന്നിൽ ഇട്ടുകൊടുക്കണം. അപ്പോൾ അവിടുന്ന് ക്രിയേറ്റീവായ സൊല്യൂഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ഒരാളുടെ ബ്രെയിന് മാത്രമല്ലല്ലോ അപ്പോൾ വർക്ക് ചെയ്യുക. എന്തിനാണ് നിങ്ങളുടെ ബ്രെയിന് തന്നെ എല്ലാറ്റിനും, ഓൺട്രപ്രണറുടെ ബ്രെയിന് തന്നെ എല്ലാ കാര്യങ്ങൾക്കും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെൻ യു ഹാവ് ഇനഫ് ബ്രെയിൻ ഇൻ യുവർ ഓഫീസ്? പലപ്പോഴും ഈ മൾട്ടി ജനറേഷണൽ വർക്ക് സ്പേസുകൾ ഇപ്പോൾ എൻകറേജ് ചെയ്യപ്പെടുന്നുണ്ട്. മൾട്ടി എത്നിക് വർക്ക് സ്പേസുകളൊക്കെ MNCകളിലൊക്കെ ഉണ്ടാവുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ആഫ്രിക്കൻ ചിന്തിക്കുന്നത് പോലെയല്ല ഒരു ഇന്ത്യക്കാരൻ ചിന്തിക്കുക, ഒരു വൈറ്റ് ചിന്തിക്കുന്നത് പോലെയല്ല ഒരു അറബ് ചിന്തിക്കുക. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഓഫീസിൽ സ്ത്രീ പുരുഷ അനുപാതം ഉണ്ടാവണം എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലത്തെ സ്ത്രീകൾ കാണുന്ന പോലെ അല്ല പുരുഷന്മാർ കാണുക. അപ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിപരമായ സവിശേഷതകളും വൈകാരികമായ സവിശേഷതകളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ സാധിക്കും. അപ്പം അവിടെ ഡിസ്കഷൻസ് ഉണ്ടാവണം. എനിക്ക് തോന്നുന്നത് പൊതുവേ ഇത് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു മടിയുണ്ടാകും. രണ്ടാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ബോസായിട്ട് നിന്നിട്ട് ഇങ്ങനെ ഒന്നിറങ്ങി കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ എൻ്റെ പൊസിഷനെ അത് ബാധിക്കുമോ എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ ഇങ്ങനെ മനുഷ്യരെ പ്രചോദിപ്പിക്കാൻ, നമ്മളെ കൂടെ നിൽക്കുന്ന സ്റ്റാഫിനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന രൂപത്തിൽ മീറ്റിങ്ങുകളെ എങ്ങനെ നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാൻ കഴിയുമോ? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. യെസ്. ഒരു മീറ്റിങ്ങിൽ ബോസിന് ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എനിക്കറിയില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഐ എം ഹെൽപ്ലെസ്,
ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അങ്ങനെ എനിക്കറിയില്ല എന്ന് പറയുന്നത് കൂടിയിട്ട് നോർമലി തിങ്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിവ്, അല്ലെങ്കിൽ എന്നെ ജഡ്ജ് ചെയ്യും, നാളെ ഞാൻ ഇറങ്ങിയിട്ട് ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഇവർ ചെയ്യുമോ എന്നുള്ള ഒരു കോംപ്ലക്സും ഒരു ഈഗോയും ഒരു ലെവലൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നതായിട്ടാണ് പൊതുവേ കാണപ്പെടുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നത് ഈ ലീഡറുടെ ഇൻസെക്യൂരിറ്റി കൊണ്ടല്ലേ? ഇൻസെക്യൂരിറ്റി ഉണ്ട്. അയാൾക്ക് വൾണറബിൾ ആവാൻ പറ്റാത്തത് കൊണ്ടല്ലേ? അതെ. അയാൾക്ക് എനിക്കറിയില്ല എന്ന് പറയാൻ സാധിക്കുമ്പോൾ അയാളുടെ സ്റ്റാഫിൽ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ സ്റ്റാഫ് ഒരുപക്ഷെ അത് വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കും. സ്റ്റാഫ് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനും കഴിയും, സ്റ്റാഫ് അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ബോസിൻ്റെ ബോസി തോട്ട് എന്ന് വരുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് നോർമലി ഇപ്പോൾ ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാൾ, ഇപ്പോൾ ഒരു കമ്പനിയുടെ ലീഡർ അല്ലെങ്കിൽ ഒരു മാനേജറൊക്കെ അവിടെ മാത്രമായിരിക്കില്ല മാനേജർ, അവരുടെ ലൈഫിൽ മൊത്തം അവർ മാനേജറായിരിക്കും. വീട്ടിൽ അവർ മാനേജറായിരിക്കും. അവരുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ എവിടെയും നോ പറയാൻ പാടില്ല, ഞാൻ പറയുന്നത് എല്ലാവരും യെസ് ചെയ്യണമെന്നൊക്കെയുള്ള കുറേ തോട്ടുകൾ വരുന്നുണ്ടാവും. ഇത് നമ്മുടെ ഈ ഇൻസെക്യൂരിറ്റി എന്നാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. നിങ്ങളൊരു നല്ല ലീഡറാണോ, അവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു മടിയുണ്ടാവില്ല എന്നുള്ളതാണ്. പീപ്പിൾ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു പ്രയാസം ഉണ്ടാവില്ല നിങ്ങളൊരു നല്ല ലീഡറാണെന്നുണ്ടെങ്കിൽ. കാരണം അവിടെ വർക്ക് ചെയ്യുന്നത് നിങ്ങളിലുള്ള മനുഷ്യനാണ്, നിങ്ങളുടെ ഈഗോ അല്ല വർക്ക് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളറിയില്ല, ഒരു ബോസ് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ. അവിടെ കൂടിയിരിക്കുന്ന എംപ്ലോയീസിന് എല്ലാവർക്കും അവരുടെ ടു പുട്ട് ദെയർ ഹെഡ് ടുഗെദർ, അതിനുള്ളൊരു ഇൻവിറ്റേഷനാണ് കൊടുക്കുന്നത്. ഇത് നമ്മളെല്ലാവരും കൂടെ സോൾവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന സന്ദേശമാണ് നിങ്ങൾ അതിലൂടെ കൊടുക്കുന്നത്. മറ്റൊന്ന്, ബോസ് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയിക്ക് അയാൾ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ഇതെങ്ങനെ മൂവ് ചെയ്യിക്കും എന്ന് അയാൾ പ്രതിസന്ധിയിൽ അകപ്പെടുന്ന സമയത്ത് സ്ട്രെസ്ഡ് ആവാതെ, ഫ്രസ്ട്രേറ്റഡ് ആവാതെ, എന്നെ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ, ഇതെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് പറയാനുള്ള ഒരു സൈക്കോളജിക്കൽ പെർമിഷനാണ് നമ്മൾ അതിലൂടെ കൊടുക്കുന്നത്. അങ്ങനെ ഒരാൾ എനിക്കറിയില്ല, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിക്കുമ്പോൾ രണ്ട് മനുഷ്യർക്ക് ഒരുമിച്ചിരിക്കാനും അവർക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഒരു വർക്ക് സ്പേസ് എന്നിടത്തുനിന്ന് ഒരു ഫാമിലി എന്ന ഐഡിയയിലേക്ക് നമ്മൾ എത്തുന്നത്. അതുപോലെയുള്ള ഒരു ഫീലിങ്ങും സെൻസും വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്നത്. ഇതിൻ്റെ ഒക്കെ കാരണം ഒരു ലീഡറുടെ പവർ ഓഫ് വൾണറബിലിറ്റിയാണ്. അയാളുടെ ഈഗോയെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ആളുകൾക്ക് ഇത്ര ഹൃദ്യമായൊരു വർക്ക് സ്പേസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ATBC, Profit with Purpose, Prosperity for All.